തിലകൻ വരുമോ? വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ മിസ്റ്റർ ജയമോഹൻ, എന്റെ അനുജത്തിയും കൂട്ടുകാരെയും ഒന്ന് വീട്ടിൽ വിടണം. അതിനെന്താ, ഞാൻ വണ്ടി എടുത്തു തരാം. ആ പിന്നെ പോകുന്ന വഴിക്കാണ് ബാലയുടെ വീട്. ബാലയെ ഒന്ന് വിടണം. ഓഫ് കോഴ്സ്, വൈ നോട്ട്? വേണ്ട സുമിത്രേ, തിലകൻ ഇപ്പൊ വരും. താമസിച്ചെങ്കിലും ജയമോഹൻ അതൊരു ബുദ്ധിമുട്ടല്ല. ശ്യാമളേ, എന്താ ചേച്ചി? നിങ്ങൾ പോകുന്നില്ലേ? പോകണം, ഇന്ന് തന്നെ ചെല്ലണമെന്നാ പറഞ്ഞയച്ചത്. ആ, ജയമോഹൻ വിടും. ബാലയെ വീട്ടിൽ ഇറക്കണം. ഞാൻ തിലകം വന്നിട്ട് പോകാം. ഏതായാലും കാർ ആ വഴിക്കല്ലേ പോകുന്നത്. താമസിക്കണ്ടെന്നേ. ചെല്ലേ. എന്നാ നിങ്ങൾ പൊയ്ക്കോ. ചെല്ലു ബാലേ. എന്തിനാ ഈ പുറകെ കിടന്ന് തള്ളുന്നേ? മുമ്പിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. മാത്രവുമല്ല, എന്നെ വെറും ഒരു ഡ്രൈവർ ആക്കണോ? ചേച്ചി മുമ്പിലിരിക്കൂ. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്ദി പറയാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു ചേച്ചി. വലിയ ഉപകാരം. താമസിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിട്ടില്ല. ബാലയുടെ ബ്രദറാണോ? അതെ, തിലകൻ എന്നാണ് പേര്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയമോഹൻ. ഹലോ. ഹലോ, കേട്ടിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം. ആ, മിസ്റ്റർ തിലകൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറാണ്. ആ, കയറിയിരിക്കണം. പാലക്കില്ലാത്ത ലോകം തിലകനുണ്ട്. ഏതായാലും ഇപ്പൊ കയറിയിരിക്കുന്നില്ല. ഇവരെ കൊണ്ട് വീട്ടിൽ വിടാനുണ്ട്. ഇനിയും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി ചേച്ചി, എനിക്ക് ഫെലോഷിപ്പ് കിട്ടി. അമേരിക്കയിൽ ഉപരിപഠനം നടത്താനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. പണിക്കരമാവ, പണിക്കരമാവ, എന്താ കുഞ്ഞേ? ഗവൺമെന്റ് ചെലവിൽ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കാൻ പോകുന്നു. അങ്ങനെ പോകണ്ട, പോകാനൊക്കത്തില്ല. ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു വലിയവനാകുന്നത് ഇഷ്ടമല്ലേ? വലിയവനാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നാളെ വിട്ടു പോവാനോ? കണ്ടോ, തിലകുഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതിന് സങ്കടം വന്നു. തിലകൻ അമേരിക്കയിൽ പോയി പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പണിക്കരമ്മാവ. പിന്നെ സങ്കടപ്പെടുന്നത്? ഞാൻ അച്ഛനെ അമ്മയെ ഓർത്തു. തിലകന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടവരില്ലാതെ പോയല്ലോ എന്നോർത്തുപോയി. അതിന് കുഞ്ഞുങ്ങളെ വിഷമിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കായിരിക്കും. പണിക്കരമാവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചേച്ചിയെ തനിച്ചാക്കിയിട്ട് പോകണം. അതെയോ? തനിച്ചോ? ബാലക്കുഞ്ഞ് തനിച്ചാവണമെങ്കിൽ ഈ പണിക്കരമാവൻ ചാവണം. പിന്നെ കാപ്പിക്ക് പലഹാരം വേണ്ടി രണ്ടുപേരും ഉണ്ടായി കഴിച്ചോണം. എന്നെ കൊണ്ട് പറ്റേ? അതെന്താന്ന് ചോദിച്ചാ പറ്റേല, അത്ര തന്നെ. എനിക്കിന്ന് അമ്പലത്തിൽ പോണം, ഒരു വഴിപാട് നടത്തണം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം വഴിപാട് നടത്തിയത്. ഞാൻ തനിച്ചാണെന്നോർത്ത് നീ വിഷമിക്കണ്ട. സന്തോഷമായി പോണം.
അനുജനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന് മാത്രമേ ചേച്ചി ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. ചേച്ചിക്കിപ്പോ 28 വയസ്സായി. നീ സമാധാനമായി പോയിട്ട് വാ. ഏതായാലും നീ പോകുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ അനുജനാണെങ്കിലും പുരുഷനാണ്. ചേച്ചിയുടെ ഭാവിയെ പറ്റി ഞാനല്ലാതെ ആര് ചിന്തിക്കും? അതിനൊക്കെ അവസരമുണ്ട്. ഇപ്പോൾ നീ യാത്ര തിരിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. നമുക്കാരുമില്ലെന്ന് നീ വിചാരിക്കണ്ട. നമുക്ക് പണിക്കരമ്മവനുണ്ട്, നമ്പ്യാർ സാറുണ്ട്. ആ, നീ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് പോയി നമ്പ്യാർ സാറിനെ കാണണം. സാറിനെയും മകളെയും കണ്ടിട്ട് വളരെ നാളായി. നമുക്ക് നാളെ തന്നെ